ആയുർവേദ ചികിത്സയുടെ സിദ്ധാന്തത്തിൽ ഒന്നാമത്തെ സിദ്ധാന്തം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം എന്നാണ്. അതായത് ആരോഗ്യവാൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക, അവന് അസുഖം വരാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ പ്രഥമമായ ചികിത്സാ ദൗത്യം. തൈറോയിഡിനെ സംബന്ധിച്ച് ഇതൊരു ജീവിതശൈലി രോഗമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഒറ്റ ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. നമ്മുടെ ക്രമം തെറ്റിയ ഭക്ഷണക്രമവും വ്യവഹാര ക്രിയകളുമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജീവിതശൈലി ക്രമീകരണമാണ്. നമുക്കൊരു അസുഖമുണ്ടായി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെയും ചെയ്ത പ്രവൃത്തികളുടെയും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആ ഒരു അസുഖത്തിന് കാരണമായേക്കാം. അത് മാറ്റുക അല്ലെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പൊതുവേ തൈറോയിഡുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ അധികമായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ കുപ്പികളിലും പാത്രങ്ങളിലുമായി പാക്ക് ചെയ്ത് വരുന്ന ഭക്ഷണങ്ങൾ, ഒരുപാട് പ്രിസർവേറ്റീവ്സും മറ്റു കെമിക്കൽസും ചേർത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്ത് നമുക്ക് നല്ല പാക്കിങ്ങുകളിൽ ലഭിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും തൈറോയിഡിന് ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഉറക്കം വളരെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര മണിക്കൂർ ഉറങ്ങണമെന്ന് ചോദിച്ചാൽ 6 മണിക്കൂർ ഉറങ്ങണം. അത് കൃത്യമായ സമയത്ത് കിടന്നുറങ്ങണം. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ ഉറങ്ങിയാൽ കിട്ടുന്ന അത്രയും ശരീരത്തിൻ്റെ ഹീലിംഗ് രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം 12 മണി വരെ കിടന്നുറങ്ങിയാൽ ലഭിക്കുന്നതല്ല. കൃത്യമായൊരു ടൈം വെച്ചിട്ട് കിടന്നുറങ്ങുക. അത് രാത്രി 10 മണി മുതൽ 4 മണി വരെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് കൃത്യമായി പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള ശരീരത്തിൻ്റെ ഹീലിംഗ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ സുഖപ്പെടുത്തുവാനും ശരീരം തന്നെ മുന്നിട്ടിറങ്ങും.